ഏതാണ്ട് 1965 മുതലുള്ള ബന്ധമാണ് അല്ലേ? എന്താണ് ഇത്രയധികം ഈ ബന്ധം തിക്കാവാനുള്ളൊരു കാരണം? ഇന്ന് വരെ ഒരു മനുഷ്യരെ പറ്റിയും അദ്ദേഹം ഒരു കുറ്റം പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുക, എല്ലാവരും നല്ലതാണെന്ന് പറയുക, കഴിവതും ഒരു മനുഷ്യരെക്കുറിച്ചും ഇത്രയും വർഷത്തിനിടയിൽ അദ്ദേഹം മോശമായിട്ട് പറഞ്ഞിട്ടില്ല. പിന്നെ താഴ്ച ഉയർച്ചയിൽ അദ്ദേഹം വളരുമ്പോഴൊക്കെ ഞാൻ വളർന്നിട്ടില്ലായിരുന്നു. ഞാനിപ്പോഴും അദ്ദേഹത്തിൻ്റെ മുമ്പേ വളരെ താഴെ നിൽക്കുന്ന ഒരാളാണ്. ഈ ഇങ്ങനെ ഉയർന്ന് പടർന്ന് പന്തലിച്ചു പോകുമ്പോഴും മദ്രാസിലെ ആദ്യത്തെ ചൂടുകൾ അനുഭവിച്ച സമകാലികർ എന്നുള്ള ഒരു ഇതുണ്ടല്ലോ, അതെപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുകയും ആ ബഹുമാനം നമുക്ക് തരികയും ആ പഴയ സുഹൃത്തുക്കളുടെ ഭാവം തന്നെ എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള ഒരാളാണ്. എൻ്റെ കുടുംബത്തിൽ ഹരിഹരൻ എന്ന് പറയുന്നത് എൻ്റെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു അമ്മാവൻ്റെ സ്ഥാനമൊക്കെയാണ്. പിന്നെ മനോഹരമായിട്ട് പാടും. ഞാൻ കാണുമ്പോഴും മുക്കാറും പാട്ടുകളാണല്ലേ, അസലായിട്ട് പാടും. അത് പലർക്കും അറിഞ്ഞുകൂടാത്തൊരു കാര്യമാണ്. നമുക്കത് ഞാനിതിൻ്റെ ഒരു പരിപാടിയുടെ അവസാനത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ഹരി സാറിനെ കൊണ്ട് പാടിക്കണം വിചാരിച്ചു. മാത്രമല്ല ഈ മയൂഖത്തിലെ പാട്ടുകൾ ഇദ്ദേഹം തന്നെ എഴുതിയ പാട്ടുകളുണ്ട്. പാട്ട് ഇദ്ദേഹം തന്നെ ട്യൂൺ ചെയ്തതാണ് ശരിക്ക്. അതൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ ഫോണിൽ പറഞ്ഞിട്ടുണ്ട്. ആ ട്യൂണുകൾ ചിലപ്പോൾ മ്യൂസിക് ഡയറക്ടർക്ക് ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും. അങ്ങനെ അദ്ദേഹത്തിനടുത്ത് ഈ രാഗമൊക്കെ കൊള്ളാമെന്ന് പറഞ്ഞിരിക്കാം. പക്ഷെ അതിമനോഹരമായിട്ട് അപ്പോഴും ഒരു മ്യൂസിക് സെൻസിൽ തന്നെയാണ്, നല്ല മ്യൂസിക് സെൻസ് ഉള്ള ഒരു ഡയറക്ടർ. എന്നായിരുന്നു ഈ പരിചയം തുടങ്ങിയെന്ന് ഓർമ്മയുണ്ട് സാറിന്? ഒരു ഫസ്റ്റ് ഞങ്ങൾ സ്റ്റുഡിയോ AVM സ്റ്റുഡിയോയിൽ വെച്ചിട്ട് ആദ്യമായി കണ്ടു, പരിചയപ്പെട്ടു എന്നുള്ളതാണ് എൻ്റെ ഓർമ്മ. അല്ലല്ല, ജയമാരുതിയിൽ കണ്ണൂർ ഡീലക്സ് എന്ന് പറഞ്ഞ സിനിമ എടുക്കുമ്പോഴത്തേക്ക് ഞാൻ അതിൽ അഭിനയിച്ചിട്ടുണ്ട്. അന്ന് അതിൽ ആദ്യം ഇദ്ദേഹത്തിനെയാണ് ഫിക്സ് ചെയ്തത്. എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിന് അന്ന് വരാനൊക്കാതെ വേറെ ഏതോ ഒരു പടം ഉണ്ടായപ്പോഴത്തേക്ക് IV ശശി അതിൻ്റെ ഡയറക്ടറായിട്ട് വയ്ക്കുകയായിരുന്നു. ഞാൻ IV ശശിയെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ അന്ന് ഞാൻ IV ശശിയെ ഒബ്സർവ് ചെയ്തിട്ടുണ്ട് പല സന്ദർഭങ്ങളിലും. ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്യുമ്പോൾ അവൻ ഒരു ആർട്ട് ഡയറക്ടർ മാത്രമല്ല, അവനിൽ എന്തൊക്കെയോ ഉണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അങ്ങനെ കണ്ണൂർ ഡീലക്സ് ഞാൻ AB രാജിൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്യണം. അപ്പോൾ ആ കാലഘട്ടത്തിൽ പിന്നെ കൃഷ്ണനായ സാറിൻ്റെ കൂടെ JD തോട്ടൻ്റെ കൂടെ അപ്പം ഞാൻ IV ശശിയോട് പറഞ്ഞു, നീ പോയിട്ട് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുക. അയ്യോ അത് ബുദ്ധിമുട്ടല്ലേ അവനെ സംബന്ധിച്ചോളം. അന്ന് ഞാൻ പറഞ്ഞു, ഇടാ നീ വർക്ക് ചെയ്യും, എൻ്റെ ഫീൽഡ് അതാണ്, നീ നോക്കിക്കോ. അങ്ങനെ പറഞ്ഞു. ഞാനാണ് കൊണ്ടുപോയി AB രാജിൻ്റെ അടുത്ത്, T വാസവൻ്റെ അടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട്. അന്ന് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല.